പ്രസിഡന്റ് അസീബ്, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസുദ്ദീൻ, പ്രിയപ്പെട്ട ജമാൽ മാഷ്, ഷിബു ചെറിയാൻ, വാഫി, പ്രിയങ്കരനായ നിങ്ങളുടെ മുൻ വാർഡ് മെമ്പർ അല്ല, എപ്പോഴും വാർഡ് മെമ്പറായി തുടരുകയാണെന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, എന്നും പിന്നെ പോലെ മെമ്പറേന്നേ വിളിക്കൂ, ആ ജീവനാന്ത മാഷുമാരായ മാതിരി. അതുമാതിരിയുള്ളൊരു മെമ്പറാണ് സെയ്താലി. സത്യം പറഞ്ഞാൽ ഈ സെയ്താലിന്റെ ഇടങ്ങേറുകൊണ്ട് 5 കൊല്ലം എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എല്ലാം ഈ നാടിന് വേണ്ടിയായിരുന്നു. ആദ്യം ആ 15 ലക്ഷം രൂപയുടെ വർക്ക് നടന്നു. അന്ന് മുതൽ സെയ്താലി തുടങ്ങിയ ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ റോഡിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം എന്ന ആവശ്യം. ഞാനിപ്പോഴും ഓർക്കുകയാണ്, സത്യത്തില് നമ്മൾ ഈ ഫണ്ട് വെച്ചപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. കാരണം അതിനിടയിലാണ് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കോഡ് ഓഫ് കോണ്ടക്ട് വന്നു. നമ്മൾ ഒരു തരത്തിലുള്ള പേപ്പർ വർക്കും നടക്കാതെ മുടങ്ങി. അവിടുന്ന് പിന്നെയും ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഭഗീരഥ പരിശ്രമം ഒരു ചെറിയ കാര്യമല്ല. അവസാനം മെനയാന്ന് 7-ാം തീയതി ഉച്ചക്കാണ് ഈ റോഡിന്റെ അവസാനത്തെ ജിയോ പുറപ്പെടുവിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയത്. അതുവരെയും പിന്തുടർന്ന് തന്നെയാണ് ഈ റോഡിന്റെ പ്രവർത്തിക്കുള്ള സംവിധാനം ഉണ്ടാക്കിയതെന്ന് ഈ നാട്ടുകാരെ ഞാൻ അറിയിക്കുകയാണ്. അതൊന്നും വെറുതെ നടന്നതല്ല, അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ അതിന്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും. ഇത് മനോഹരമായി നമുക്ക് 50 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മളുടെ എസ്റ്റിമേറ്റിലുള്ളത് പ്രകാരം നമുക്ക് പണി പൂർത്തിയാക്കാൻ കഴിയും. ഇവിടെ സെയ്താലി എന്നോട് ഇപ്പൊ പറഞ്ഞത് 2 വരെയുള്ള റോഡാക്കി തരണം എന്നാണ്. ഞാൻ സെയ്താലിനോട് പറയാണ്, ഒരിക്കൽ കൂടി ഞാൻ MLA ആവുകയാണെങ്കിൽ ഇത് 3 വരെയുള്ള റോഡാവും. നടുവ് കൂടിയ റോഡ് ഒരു വരാൻ. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ആളുകൾ അഭിലാഷം പോലെ നമുക്ക് ഈ റോഡ് പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് മുഴുവനും വെച്ചുകൊണ്ട് നമുക്ക് അതിമനോഹരമായ റോഡ് തന്നെ നമുക്ക് ഉണ്ടാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തുള്ള ഒരു MLA എന്ന നിലക്ക് ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലപ്പടി വളപുര റോഡ് പ്രയോറിറ്റിയിൽ തന്നെ വെച്ചുകൊണ്ട് അത് ഏറ്റെടുക്കണമെന്നത് സെയ്താലിയുടെയും ഈ നാട്ടുകാരുടെയും ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ സെയ്താലി ഇതിനു വേണ്ടി ഒരു 10-20 പ്രാവശ്യമെങ്കിലും എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തും ഇതുപോലെ സമ്മർദ്ദമാണ്. എല്ലാവർക്കും റോഡ് വേണമല്ലോ. നമ്മളെ കയ്യിൽ ആകെ 5 കോടി റുപ്യാണ് പ്രതിപക്ഷത്തെ MLA-മാർക്ക് ഉണ്ടായിരുന്നത്. ആ 5 കോടിയിൽ നിന്ന് 7-6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരെയും ആവശ്യക്കാരെ വെട്ടി അവസാനം വെട്ടാതിരുന്നത് സെയ്താലിയെയാണ്. അങ്ങനെയും കൊടുത്ത റോഡാണ്. അതുകൊണ്ട് 50 ലക്ഷം രൂപയുടെ പ്രവൃത്തി നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിന് വേണ്ടി പ്രയത്നിച്ച ഒരു മെമ്പറെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്കും മറക്കാൻ കഴിയില്ല, ഈ നാടിന് മറക്കാൻ കഴിയില്ല. ഇനി പ്രസിഡന്റിന്റെ വാർഡായി ഇത് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് VIP വാർഡാണ് ഇനി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത 5 വർഷം ഞങ്ങൾ കൂട്ടായിട്ട്, ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇരിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉണ്ട്. 6 മീറ്ററിൽ കുറവുള്ളത് എവിടെയുള്ളത് ചെയ്താല് അല്ലേ? 6 മീറ്റർ എന്തായാലും ഉണ്ടാവൂലേ? എല്ലായിടത്തും ഉണ്ടല്ലേ? അപ്പൊ അത് വേണ്ട പോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും നമുക്ക് കൊണ്ടുവരണം. നമുക്കിനി എസ്റ്റിമേറ്റിൽ എത്ര രൂപ വേണ്ടി വരും മൊത്തം റോഡ് പൂർത്തിയാക്കാൻ? എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. ഏതായാലും ജില്ലാ പഞ്ചായത്തും അടുത്തൊരു ടേണിൽ വരുന്ന MLA ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 2.5 കിലോമീറ്ററും പൂർണ്ണമായിട്ട് ഒരു 2 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി നിങ്ങളെ കയ്യിൽ റോഡ് ഏൽപ്പിക്കും എന്ന് ഞാൻ ഇവിടെ വാക്ക് തരികയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ ആണല്ലേ? അപ്പൊ പ്രസിഡന്റ്, നമുക്കൊരു വീടും കൂടി പേർക്ക് ഉണ്ടായി കൊടുക്കണം. സ്ഥലം ഉണ്ടല്ലേ?
ആയിക്കോട്ടെ, ഓരങ്ങനെ പറയട്ടെ. ജനകീയമായിട്ട് ഇങ്ങനെ ആളുകൾ വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു MLA ആവാനാണ് എനിക്കും ഇഷ്ടം. അപ്പൊ സ്വാഭാവികമായും നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന നമ്മളുടെ ഗ്രാമങ്ങളുടെ രൂപം മാറണം, നമ്മളുടെ നാടിന്റെ മുഖച്ഛായ മാറണം. അതിനുവേണ്ടി പരമാവധി വികസനം നമ്മളുടെ നാട്ടിലേക്ക് എത്തിക്കണം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു സങ്കടം പറയുകയാണ്. നമുക്ക് ഈ പഞ്ചായത്തിലേക്ക് പലതരത്തിലുള്ള ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും പഞ്ചായത്തിന് എന്തോ ഒരു പ്രശ്നമായിരുന്നു. MLA ഫണ്ട് വന്നാൽ എന്തോ ഒരു കുഴപ്പം ഈ പഞ്ചായത്തിൽ വരുമോ എന്ന പേടിയായിരുന്നു. ആ പേടി ഒന്നുമില്ലാന്ന് ജനങ്ങൾ തെളിയിച്ചാണ് ഇവിടെ ഉജ്ജ്വലമായ വിജയം ഒരു പുതിയ ഭരണസമിതിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൈനീട്ടി നമ്മളുടെ പഞ്ചായത്ത് നിൽക്കുകയാണ്. ആ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ പുതിയ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട്. എന്നാലും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കും. ഈ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസുദ്ദീൻ, ജമാൽ മാസ്റ്റർ, ഷിബു ചെറിയാൻ, ബഷീർ വാഫി, ഈ നാട്ടിലെ കാരണവന്മാർ